ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ മാമ്പഴക്കാലമില്ലേ, നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. തൊലി കളഞ്ഞ് 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് എരിവിന് വേണ്ടി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത്, ചുമന്നുള്ളി, പിന്നെ കറിവേപ്പില, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത മാമ്പഴത്തിലോട്ട് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർക്കണം. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. ഇതൊന്ന് തിളയ്ക്കരുത്, ഒന്ന് ചൂടാവുകയേ ചെയ്യാവൂ. എന്നിട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.